നമസ്കാരം. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ അന്ത്യ വിലാപയാത്രയിൽ പങ്കെടുത്ത നിഗൂഢത നിറഞ്ഞ മാസ്ക് ധരിച്ച ആ വ്യക്തിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഒടുവിൽ വിരാമമാകുന്നു. അന്ത്യകർമ്മ ചടങ്ങുകളുടെ മുൻനിരയിൽ കറുത്ത മാസ്കും തൊപ്പിയും ധരിച്ച് പ്രത്യക്ഷപ്പെട്ട ആ മനുഷ്യൻ അലി ഖമേനിയുടെ മൂത്ത പേരക്കുട്ടിയായ മുഹമ്മദ് ജവാദ് ഖമേനിയാണെന്ന് ഇറാന്റെ മാധ്യമ റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നുണ്ട്. അതേസമയം മുഖംമൂടി ധരിച്ചുകൊണ്ടാണ് വന്നത് എന്നത് വലിയ രീതിയിൽ വാർത്തയായിരുന്നു. ഇത് മുജ്തബ ഖമേനിയാണോ എന്ന കാര്യത്തിലും വ്യക്തതയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ പേരക്കുട്ടിയാണെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ഒരു വ്യോമാക്രമണത്തിലാണ് അലി ഖമേനി കൊല്ലപ്പെട്ടത്. അതേസമയം മുജ്തബ ഖമേനി കൊല്ലപ്പെട്ടു എന്ന രീതിയിലും വാർത്തകൾ വന്നിരുന്നു. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പിതാവിന്റെ മരണത്തിന് താൻ പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി പറഞ്ഞു. അതേസമയം മുജ്തബ ഖമേനി കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഒടുവിൽ വാർത്തകൾ വന്നിരിക്കുന്നത്. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമുള്ള ആദ്യ പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെത്. എന്റെ നിരപരാധിയായ പിതാവിന്റെ രക്തത്തിന് ഞാൻ തീർച്ചയായും പ്രതികാരം ചെയ്യും. നമ്മുടെ രാജ്യവും ആഗ്രഹിക്കുന്നത് പ്രതികാരമാണ്, അദ്ദേഹം വ്യക്തമാക്കി. സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ദശലക്ഷക്കണക്കിന് ആളുകളോട് മുജ്തബ ഖമേനി നന്ദി പറഞ്ഞു. വൻ ജനപങ്കാളിത്തം ശത്രുക്കൾക്കെതിരായ നിർണായക പ്രതികരണമാണെന്നും ഇത് ഒരു ചരിത്ര നിമിഷമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മൃതദേഹം ജൂലൈ 9 ഖബറടക്കിയത്. കഴിഞ്ഞ ഫെബ്രുവരി 28 ഇസ്രായേൽ സഖ്യസേന സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിൽ ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ മകളും പേരക്കുട്ടികളും കൊല്ലപ്പെട്ടിരുന്നു. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഭാര്യയും പിന്നീട് മരണത്തിന് കീഴടങ്ങി. വിയോഗം സംഭവിച്ച് 131 ദിവസങ്ങൾക്ക് ശേഷമാണ് ഖമേനിയുടെ ഭൗതിക ശരീരം ഖബറടക്കിയത്. ഇറാൻ വലിയ രീതിയിലുള്ള ഭീഷണി ഉയർത്തുമ്പോഴും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ. ആവശ്യമെങ്കിൽ ഇറാനെതിരെ 3ാം തവണയും ആക്രമണം നടത്താൻ മടിക്കില്ലെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കുന്നത്. ഇറാനുമായുള്ള യുദ്ധം അവസാനിച്ചിട്ടില്ലെന്നും യമൻ മുതൽ ഇറാൻ വരെയുള്ള ഏത് പ്രദേശത്തും ആക്രമണം നടത്താൻ തങ്ങളുടെ വ്യോമസേന സജ്ജമാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു. ട്രംപിനെ വധിക്കാൻ ഇറാന്റെ പുതിയ ഗൂഢാലോചനയുണ്ട്. മുന്നറിയിപ്പുമായി ഇസ്രായേലും രംഗത്ത് വന്നു. എന്തായാലും അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച് ഒമാൻ തീരത്തുകൂടിയുള്ള പുതിയ കപ്പൽ ചാൽ സുരക്ഷിതമാക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുവെന്നാണ് ഇറാന്റെ പ്രധാന ആരോപണം. തങ്ങളുടെ തീരത്തോട് ചേർന്നുള്ള അംഗീകൃത പാതയല്ലാതെ മറ്റേത് വഴി ഉപയോഗിച്ചാലും കപ്പലുകൾ തടയുമെന്നാണ് IRGC നിലപാട്. ഈ പിടിവാശിയാണ് ഇപ്പോൾ ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത്. അടുത്ത അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള എല്ലാ കപ്പൽ ഗതാഗതവും നിരോധിച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചതോടെ ആഗോള എണ്ണ വിപണി പൂർണ്ണമായും തന്നെ നിലച്ച മട്ടാണ്. ലോകത്തെ ആകെ പെട്രോളിയം വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്ന പാത അടഞ്ഞത് ഇന്ധനവില കുതിച്ചുയരാൻ ഇടയാക്കുമെന്ന ആശങ്കയിലാണ് പ്രമുഖ രാജ്യങ്ങൾ. എന്തായാലും നേരത്തെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാക്കിയ താൽക്കാലിക വെടിനിർത്തൽ കരാർ ഇതോടെ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അമേരിക്കൻ താൽപര്യങ്ങൾക്കോ സഖ്യകക്ഷികൾക്കോ നേരെ ഇനിയും ആക്രമണം ഉണ്ടായാൽ ഇറാന്റെ സമ്പൂർണ്ണ നാശമായിരിക്കും ഫലമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ വീണ്ടും യുദ്ധമേഘങ്ങൾ ഉരുണ്ടുകൂടിയതോടെ മറ്റ് അന്താരാഷ്ട്ര ശക്തികളും വിഷയത്തിൽ ഇടപെടാൻ തുടങ്ങിയിട്ടുണ്ട്. ഗൾഫ് മേഖലയിലൂടെയുള്ള സമാധാനപരമായ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ അടിയന്തര നയതന്ത്ര നീക്കങ്ങൾ ആരംഭിച്ചെങ്കിലും ഇരുഭാഗവും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുകയാണ്.